കൃപാ സ്കൂളിൽ നിന്നുള്ള സത്വാർത്ഥം. നമ്മൾ അഡിക്ഷനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ലോകചരിത്രത്തിലെ മാനവരാശിയുടെ ആരംഭം മുതൽ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമുക്ക് കാണുവാൻ. ബുദ്ധന്റെ കാലം മുതൽ ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗത്തിനെതിരെ സംഘടിതമായ പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയും. അത് ആരംഭകാലഘട്ടത്തിൽ പൂജാകർമ്മങ്ങളിലെ ചില ചെടികളിൽ നിന്നുള്ള കറ, സ്രവം അത് ലഹരി പദാർത്ഥമായിട്ട് ഉപയോഗിക്കുമായിരുന്നു പൂജാകർമ്മങ്ങളിൽ. അതേപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയും അവക ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു. Any chemical substance that alters the function of the body or mind, മാനസികവും ശാരീരികവുമായ വ്യാപാരങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഏതൊരു പദാർത്ഥത്തെയും ഡ്രഗ്സ്, ലഹരി പദാർത്ഥം എന്ന് നമുക്ക് പറയാം. ആരംഭകാലങ്ങളിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ മെഡിക്കൽ ഉപയോഗത്തിനു വേണ്ടി വിനിയോഗിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഇത് മനുഷ്യരാശിയെ, മനുഷ്യവർഗത്തെ തന്നെ അപഹാസ്യമാക്കുന്ന രൂപത്തിൽ അതിന്റെ ദുരുപയോഗവും കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നത് ഈ അഡിക്ഷൻ, അത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡിക്ഷൻ, വ്യത്യസ്തമായ ആസക്തികളുണ്ട്. ഡ്രഗ്സ് അഡിക്ഷൻ ഉണ്ട്, അതുതന്നെ മദ്യമാവാം, പുകയിലയാവാം, MDM ആവാം, കനാബിസ് ഓർ കഞ്ചാവാകാം. അങ്ങനെ ഒരുപിടി എനി കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് alters the function of the body and mind, that is a drug. അപ്പൊ നമ്മുടെ പഠന വിഷയം ഇതാണ്: എന്തുകൊണ്ടാണ് ഒരാൾ അഡിക്ഷനിലേക്ക് വീണുപോകുന്നത്? ഒരേ ജീവിത സാഹചര്യങ്ങളിലുള്ള, ഒരേ മാതാപിതാക്കന്മാരുടെ മക്കളായിട്ടുള്ളവർ ചിലർ ഇതിൽ വീണുപോവുകയും ചിലർ ഇതിൽ വീഴാതിരിക്കുകയും ചെയ്യുന്നു. സോ അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കുവാൻ കഴിയും, മാനസികവും സാമൂഹികവുമായിട്ടുള്ള കാരണങ്ങളാണ് അഡിക്ഷനിലേക്ക് മുഖ്യമായി നമ്മളെ നയിക്കുന്നതെന്ന് കാണുവാൻ കഴിയും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മാനസികവും സാമൂഹികവുമായിട്ടുള്ള കാരണങ്ങൾ. എന്തുകൊണ്ടാണ് ഒരേ സാഹചര്യങ്ങളിലുള്ള രണ്ട് വ്യക്തിയിൽ ഒരാൾ ഉപയോഗിക്കുകയും ഒരാൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു? എന്താണ് അഡിക്ഷന്റെ, വാട്ട് ആർ ദ കോസേറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് അഡിക്ഷൻ? എന്താണ് അഡിക്ഷന്റെ കാരണങ്ങൾ? ആൻഡ് ഹൗ ക്യാൻ വി ഓവർകം ദിസ് പ്രോബ്ലം? അതാണ് നമ്മുടെ പഠന വിഷയം. അതേപോലെ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ എനി കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന ഭാഗത്ത് സബ്സ്റ്റൻസിന് കൂടെ എനിത്തിങ് എന്നും കൂടി ചേർക്കേണ്ടി വരും. കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലാത്ത, അത് മുഖാന്തരമല്ലാത്ത ഒരുപിടി സംഗതികളും അഡിക്ഷനിലേക്ക് നയിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറഞ്ഞാൽ മൊബൈൽ അഡിക്ഷൻ, പോണോഗ്രാഫി അഡിക്ഷൻ, അതേപോലെ തന്നെ മൊബൈൽ ഗെയിംസ്, ഫുഡ് അഡിക്ഷൻ, സെക്സ് അഡിക്ഷൻ, ലോട്ടറി അഡിക്ഷൻ ആൻഡ് ഈവൻ അൺടൈംലി ലവ് അഫെയർ പോലും അഡിക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പഠന വിഷയത്തിൽ ആദ്യമായി നമ്മൾ ഡ്രഗ്സ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ, അത് നൂറുകണക്കിനുണ്ടെങ്കിലും നമ്മൾ അതിനെ എല്ലാറ്റിനും കൂടി അടിസ്ഥാനമായി മദ്യം എന്ന ഒരു ടോപ്പിക്കിനെ എടുത്താണ് നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ അഡിക്ഷനിലേക്ക് വീഴ്ന്നു പോകുന്നത്? അതിന്റെ കാരണങ്ങൾ എന്താണ്? അതിന്റെ തിയറി എന്താണ് എന്നാണ് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ 5 കാരണങ്ങളാണ് സൈക്കോളജിക്കലി
ഒരാൾ അഡിക്ഷനിലേക്ക് പോകുന്നത്. അതായത് ഓറൽ ഡിപ്പെൻഡൻസി, റിപ്രസ്ഡ് ഏർജസ്, നീഡ് ഫോർ സെക്യൂരിറ്റി, പേരന്റൽ ഹാറ്റേഡ് ആൻഡ് സെൽഫ് പണിഷ്മെന്റ് ഓർ സൂയിസൈഡ്. ഇങ്ങനെ 5 കാരണങ്ങള്. ഈ 5 കാരണങ്ങൾ 500 ഉണ്ട്. അതിനെ 5ആയിട്ട് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ 6ാമത്തെ അഡ്ലറിയന്റെ തിയറി അനുസരിച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഓർ അപകർഷതാബോധം. 7ാമത് ഇവാൻ പാവിലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഇത്. 8ാമത്തേത് നമ്മുടെ പേഴ്സണാലിറ്റി ഡിഫക്ട്സ്, വ്യക്തിത്വ വൈകല്യങ്ങൾ. ദീസ് ആർ ദ 8 റീസൺസ് ഫോർ അഡിക്ഷൻ. ഈ ഓരോ വിഷയത്തെക്കുറിച്ചും നമുക്ക് വരും ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്നേഹവന്ദനം നൽകുന്നതോടൊപ്പം നിങ്ങൾക്കിത് താല്പര്യപ്പെടുന്നുവെങ്കിൽ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.